എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പണ്ട് കാലങ്ങളിലൊക്കെ നിധി തേടി പോകുന്ന പരിപാടിയുണ്ട് എന്ന് പറയണമെങ്കിൽ ഈ പുരാണങ്ങളിലും മറ്റുള്ള പഴയ കഥകളിലൊക്കെ ആ പറമ്പില് ഈ പ്രദേശത്ത് നിധി ഒളിച്ചിരിപ്പുണ്ട് എന്ന് പലപ്പോഴും ചില കഥകൾ, കെട്ടുകഥകളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ ഒരിക്കല് ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പാപ്പൻ, അദ്ദേഹം ഒരുപാട് അനുഭവജ്ഞാനമുള്ള ആളാണ്. ആ ഗ്രാമത്തെ കുറിച്ച്, ആ പ്രദേശത്തെ കുറിച്ച് ഒത്തിരി അറിവുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പണ്ട് നാട്ടുരാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയം, അപ്പോ ഒരു പ്രദേശത്തെ ആള് പറഞ്ഞു, ഇന്ന പറമ്പില് ഈ സ്ഥലത്ത് ഒരു നിധി ഒളിച്ചിരിപ്പുണ്ട്, അവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്ഥലം അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരാള് അവിടുത്തെ മണ്ണ് ഇങ്ങനെ കുഴിച്ച് ഖനനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഴിച്ച് കുറെ പോയി. അപ്പോ അദ്ദേഹം ഏകദേശം ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര കുഴിച്ചിട്ടും ഇയാൾക്ക് കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരുപാട് സമയം പ്രയത്നിച്ചിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അത്ര കഴിഞ്ഞിട്ടും റിസൾട്ട് ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ നിധി കാണാണ്ടായപ്പോൾ അദ്ദേഹം ഒത്തിരി നിരാശനായി. അയാൾ ഏറ്റവും അവസാനം മടുത്തു. മാത്രല്ല, പിന്നെ അയാൾക്ക് ആ പറമ്പിൽ ജീവിക്കേണ്ടെന്നായി. അയാൾ ഒരു കാര്യം ചെയ്തു, ആ പറമ്പ് വേറെ ആൾക്ക് കൊടുത്തു. എന്ന് മാത്രല്ല, അതുവരെ അയാൾ പണിയെടുത്ത ആയുധവും കൈമാറി. എന്നിട്ട് പറഞ്ഞു, എന്നോട് ഒരു നിധി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം ഞാൻ ചെയ്തത്, ഇനി താങ്കൾ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതൊന്നുമില്ല, കാരണം ഇവിടെ ഒന്നും തന്നെയില്ല, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇയാള് ഇതെല്ലാം കൈമാറുന്നത്. എന്നിട്ട് അയാൾ വേറെ എവിടെയോ ദൂരത്ത് എവിടെയോ പോയി താമസാക്കി. പക്ഷെ എങ്കിലും ഈ അപ്പൂപ്പൻ വീണ്ടും എടുത്തു പറഞ്ഞു, അവിടെ നിധിയുണ്ട്, ഇയാൾ കുഴിച്ചതിൽ നിന്ന് കുറച്ചുകൂടി കുഴിച്ച വിട്ടും മിക്കവാറും നിധി കിട്ടും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾക്കും ഒരു മോഹമായി, അയാളെ ഒന്ന് പരിശ്രമിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ ആയുധം എടുത്തിട്ട് വീണ്ടും പരിശ്രമം തുടങ്ങി. ഇതാ 4 അടി താഴത്തേക്ക് താഴ്ത്തിയതേ ഉള്ളൂ, അയാളുടെ മുന്നിൽ ഒരു കുംഭം, നിധിയുടെ കുംഭം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഒത്തിരി സന്തോഷായി. ഇതാ പല തലമുറകൾക്ക് ജീവിക്കാനുള്ള അത്രയും വിലപിടിപ്പുള്ള ഒരു നിധിയാണ് അയാളുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ കുറെ നിധികള് ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിധിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ പലപ്പോഴും നിരാശരാകാണ്. പല ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ലക്ഷ്യങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോ ഈ 4 അടി 5 അടി മുമ്പൊക്കെ ആയിട്ട് നമ്മള് മടുത്തു, വയ്യ. അതായത് ക്ഷമയോടെ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ പലരുടെയും ജീവിതത്തില് പരാജയത്തിന് കാരണമായി തീരുന്നതാണ്. ഒരല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരല്പം കൂടി പരിശ്രമം ഉണ്ടായിരുന്നെങ്കിൽ, ഒരല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ആകണം. എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, അത്രത്തോളം ക്ഷമിക്കാൻ വയ്യ. ലക്ഷ്യം ശരിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ഒരു മന്ത്രമാണ് അല്പം ക്ഷമയോട് കൂടി കാത്തിരിക്കണം ഏത് ലക്ഷ്യത്തിലെത്തണമെങ്കിലും. രണ്ടാമത്, ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നം വേണം. മടുപ്പ് എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ മാറ്റണം, മടിയെ മാറ്റണം. കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകണം. ഇത്രയും ഉണ്ടെങ്കിൽ ഏറെക്കുറെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.